നമസ്കാരം. ചില നല്ല വാർത്തകളാണ് ഈ ദിവസങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും അമേരിക്കയിലെ ചില ക്യാമ്പസുകളിൽ ശക്തമായ ഉണർവുകൾ നടക്കുന്നു എന്ന ഒരു വാർത്ത നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വളരെയധികം പ്രതീക്ഷയ്ക്ക് ഇട നൽകുന്ന മറ്റൊരു വാർത്ത, ഏതാണ്ട് 2007 മുതൽ അമേരിക്കയിലെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഡിക്ലൈനിലായിരുന്നു, കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് വളരെ ശീഘ്രമായിട്ടാണ് അതിൻ്റെ ഒരു കുറവ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. 2007 മുതൽ അന്ന് മുതൽ നടത്തിയ പല സർവേകളിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അമേരിക്കയിലെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ, അമേരിക്കയിലെ ക്രിസ്ത്യാനികളുടെ എണ്ണം അല്ലെങ്കിൽ പ്രാക്ടീസിങ് ക്രിസ്ത്യൻസ്, പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യൻസിൻ്റെ എണ്ണം വളരെ വേഗത്തിൽ കുറയുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. ആദ്യമായിട്ട് നടത്തിയ ഒരു സർവേയിൽ, 2007 നടത്തിയ സർവേയിൽ 78% ക്രിസ്ത്യൻസ്, പ്രാക്ടീസിങ് ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നുവെന്ന് അന്ന് റിപ്പോർട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ സംഖ്യ വളരെ വേഗത്തിൽ അങ്ങ് കുറഞ്ഞു. ഏതാണ്ട് 2014 ആയപ്പോഴേക്കും അത് ഏതാണ്ട് 61% മാറി. 62% ഉദ്ദേശം 16% ഒരു ഡൗൺഫോളാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ 2024 നടത്തുന്ന സർവേകളുടെ കണക്കനുസരിച്ച് ഈ സംഖ്യ സ്റ്റേബിൾ ആയിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാണ്ട് 5 വർഷങ്ങളായിട്ട് 2019 മുതൽ നടത്തുന്ന സർവേകളിൽ ക്രിസ്ത്യാനികളുടെ പെർസെൻറ്റേജ് 62% നിന്ന് താഴേക്ക് പോകുന്നില്ല എന്ന് മാത്രമല്ല, ചിലപ്പോഴൊക്കെ 64% എന്ന സംഖ്യയിൽ തിരിച്ചു മുകളിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇങ്ങനെയാണ് സാധാരണ ഇത്തരം പഠനങ്ങൾ നടത്തുന്നവർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ക്രിസ്ത്യാനിറ്റിക്ക് അമേരിക്കയിൽ ഉണ്ടായിരുന്ന ആ ഡിക്ലൈൻ കുറഞ്ഞിട്ട് അത് ലെവൽ ചെയ്തിരിക്കുന്നു, സ്റ്റേബിൾ ആയിരിക്കുന്നു, ഒരുപക്ഷെ ഒരു തിരിച്ചുവരവിൻ്റെ വക്കിലാണ്. ഇതിന് പല കാരണങ്ങളുണ്ടെന്ന് ചിന്തിക്കുന്നു. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള പഠനങ്ങൾ നടത്തിയ, അഭിപ്രായ സർവേകൾ നടത്തിയ, പോൾസ് നടത്തിയ ആളുകൾ, അവർ നടത്തിയിരിക്കുന്ന ഒരു കണ്ടെത്തൽ, ഡിക്ലൈൻ ഉണ്ടായത് കൂടുതലും ഡെമോക്രാറ്റ്സ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അനുയായികളുടെ ഇടയിലാണ്. റിപ്പബ്ലിക്കൻസിൻ്റെ ഇടയിൽ ക്രിസ്ത്യാനിറ്റിക്കുള്ള സ്വാധീനം കൂടുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ ഒരു കൺക്ലൂഷൻ ഇങ്ങനെയാണ് പറയേണ്ടിയിരിക്കുന്നത്: റിപ്പബ്ലിക്കൻ പാർട്ടി ശക്തമായിട്ട് അമേരിക്കയിൽ മുൻപോട്ട് വരുമ്പോൾ അമേരിക്കയിലെ ക്രിസ്ത്യാനിറ്റിയും തിരിച്ചു വരുന്നു. നല്ല ഒരു കാഴ്ചയാണ്. പ്രത്യേകിച്ചും ട്രംപിൻ്റെ 2ാമത്തെ ടേം ആയപ്പോൾ ആ ഒരു അളവ് സംഖ്യ ഇനിയും കൂടി വരുമെന്നുള്ളതാണ് പ്രതീക്ഷ. പണ്ടുണ്ടായിരുന്ന 78% എത്തിയില്ലെങ്കിലും 62 നിന്ന് 64 വന്നെങ്കിൽ 70% തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ക്രിസ്തീയ സംഘടനകൾ ഈ സർവേയെ കണ്ട് അവർ മുൻപോട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കൻ ക്യാമ്പസുകളിൽ ഉണ്ടാകുന്ന റിവൈവൽ ശക്തമായ ഒരു തിരിച്ചുവരവിൻ്റെ ലക്ഷണമായിട്ട് കാണുന്നു. പൊതുവിൽ ഇത് ഒരു നല്ല വാർത്തയാണ്. ആസാദിയുടെ ന്യൂസ് ബുള്ളറ്റിനിലൂടെ ഈ നല്ല വാർത്ത കൊണ്ടുവരുന്നതിൽ സന്തോഷിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.